ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ബിനീഷ് പുതുപ്പണത്തിന്റെ പ്രേമനഗരം എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. എൻ്റെ റിവ്യൂസ് ഒക്കെ കാണുന്നവർക്കറിയാം, ഞാൻ ഒരു പുസ്തകത്തിനെ അങ്ങനെ കടന്നാക്രമിക്കുകയും ക്രിട്ടിസൈസ് ചെയ്ത് വല്ലാതെ വലിച്ചു കീറുകയൊന്നും ചെയ്തിട്ടില്ല. കാരണമായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുള്ളത്, ആ എഴുത്തുകാരൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതുന്നത് എന്നാണ്. പക്ഷേ ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇത്രയും നാളും വായിച്ചതൊക്കെ എത്രയോ നല്ല പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അതിനൊരു പരിധി വിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാതിരുന്നത്. സത്യത്തിൽ ഒരു എഴുത്തുകാരൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഒരു അവിഹിതത്തെ വെള്ളപൂശി പുട്ടിയിട്ട് ഗ്ലോറിഫൈ ചെയ്ത് എന്തോ വലിയ സംഭവമാക്കുന്നു. സെക്ഷൽ വൈകൃതത്തെ എന്തൊക്കെയോ പറഞ്ഞ് പുലിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തകം ഇയാൾക്ക് ഇന്നത്തെ ഒരു തലമുറയുടെ ഇടയിലേക്ക് ഇറക്കി വിടാൻ കഴിയുന്നത്? നമ്മുടെ സദാചാരബോധം വലിയ എന്തോ പാപമായതുകൊണ്ടാണ് നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യണം. കാരണം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് തന്നെ തോന്നും, ഇത് ശരിയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലല്ലോ എന്ന് തോന്നുന്ന സമയത്ത് കൊട്ടേഷൻ മാർക്കിലിടും കേരളത്തിന്റെ സദാചാരബോധം, മലയാളികളുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇയാൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിടുന്നുണ്ട്. സത്യത്തിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിഹിതം എന്ന് പറയുന്നത് അവിഹിതം തന്നെയാണ്. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കിയാൽ ഒരു രീതിയിലും അത് ഗ്ലോറിഫൈ ആവില്ല എന്നുള്ളതാണ്. 33 വയസ്സുകാരനായിട്ടുള്ള പത്രപ്രവർത്തനായിട്ടുള്ള മാധവിന്റെയും 43 വയസ്സുകാരിയായിട്ടുള്ള വിവാഹിതയും ഒരു ടീനേജറുടെ അമ്മയായിട്ടുള്ള നീലുവിന്റെയും വിശുദ്ധ പ്രണയത്തിന്റെ കഥ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു അവിഹിത കഥയാണത്.